എല്ലാവർക്കും നമസ്കാരം. MTയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മൂന്നാർ യാത്രയിലാണ്. 2 ദിവസം മൂന്നാറിൻ്റെ വൈൽഡ് ലൈഫ് കാഴ്ചകളും പ്രകൃതിയും എല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് കാഴ്ചവെക്കുകയാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് മൂന്നാർ പോകുന്നത്. ക്യാമ്പിന് പോയാണ്. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് മഴ കാരണം ക്യാമ്പെല്ലാം ക്യാൻസൽ ചെയ്തു. 2 ദിവസം മൂന്നാർ കറങ്ങി മൂന്നാറിലെ ആ പ്രകൃതി ഭംഗിയും ആനക്കാഴ്ചകളും കാട്ടുനായുടെ കാഴ്ചകളും ഉൾപ്പെടെ എല്ലാ കാഴ്ചകളുമായി വീണ്ടും എത്തുകയാണ്. ഏവർക്കും സ്വാഗതം. മൂന്നാറിലേക്കുള്ള യാത്രയാണ്. ചിന്നാറിൽ MT സഞ്ചാര ഗ്രൂപ്പ് അംഗങ്ങളുടെ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിനു മുന്നോടിയായിട്ടുള്ള യാത്രയാണ്. പ്രകൃതിയും വന്യജീവി കാഴ്ചകളും മൂന്നാറിൻ്റെ സൗന്ദര്യവും എല്ലാം നിറവായി നിന്ന യാത്ര കാഴ്ചകൾ മുഴുവനായി കാണുവാനും ഒപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മിപ്പിക്കട്ടെ. യാത്രയിൽ ഒപ്പമുള്ളത് മകനും സുഹൃത്ത് ലൂക്കോയുമാണ്. മഴക്കാലത്തെ യാത്രയിലെ കാഴ്ചയും മൂന്നാറിനെക്കുറിച്ചുള്ള ചെറിയ കുറേ കാര്യങ്ങളും മഴക്കാലമായതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും പാറയിൽ നിന്ന് ഇറ്റു വീഴുന്ന ചെറു അരുവികളും എല്ലാം കണ്ടാണ് നമ്മുടെ യാത്ര. ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ പ്രധാന പട്ടണമായിരുന്നു മൂന്നാർ. ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. മൂന്നാർ പട്ടണം വിനോദസഞ്ചാര കേന്ദ്രം ഒന്നായി വികസിപ്പിച്ച് മൂന്നാർ എന്നറിയപ്പെടുന്നു. തെക്കിൻ്റെ കാശ്മീർ എന്നും മൂന്നാറെ അറിയപ്പെടാറുണ്ട്. മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള എന്നീ 3 പ്രധാന നദികളുടെ സംഗമവേദി കൂടിയാണ് മൂന്നാർ. ഈ പേര് വരാനും കാരണം ഇതുതന്നെയാണ്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് തേയില കൃഷിക്കായി വികസിപ്പിച്ചെടുത്ത സ്ഥലമാണ് മൂന്നാർ. ആദ്യകാലത്ത് തമിഴിലും ചുരുക്കം ചില മലയാളികളും മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. തേയിലത്തോട്ടത്തിലെ തൊഴിലാളികൾ ഒഴിച്ച് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം ബ്രിട്ടീഷുകാരായിരുന്നു. ആ കാലത്തെ ഉയർന്ന ഉദ്യോഗസ്ഥർക്കും ബ്രിട്ടീഷുകാർക്കും എല്ലാം താമസിക്കുവാനായി ഇവിടെ ഒരുപാട് ബംഗ്ലാവുകൾ മൂന്നാറിൽ പണി കഴിപ്പിച്ചിട്ടുണ്ട്. അതിന്നും അവിടെ നിലനിന്നു പോകുന്നു. 2000 കാലഘട്ടങ്ങളിൽ കേരള സർക്കാർ മൂന്നാറിനെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി പ്രഖ്യാപിച്ചു. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1600 മുതൽ 1800 മീറ്റർ വരെ ഉയരത്തിലാണ് മൂന്നാർ സ്ഥിതി ചെയ്യുന്നത്. സാധാരണ നിലയിൽ 9 ഡിഗ്രി സെൽഷ്യസിനും 26 ഡിഗ്രി സെൽഷ്യസിനും ഇടയ്ക്കാണ് അവിടുത്തെ താപനില. ഓഗസ്റ്റ് തൊട്ട് മാർച്ച് വരെയുള്ള കാലയളവിലാണ് വിനോദസഞ്ചാരികളെ കൂടുതലായും വരാറുള്ളത്. ഇരവികുളം നാഷണൽ പാർക്ക് മൂന്നാറിനോട് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന തേയിലത്തോട്ടങ്ങൾക്കിടയിൽ കൂടിയുള്ള യാത്ര നമ്മുടെ കണ്ണുകൾക്കും മനസ്സിനും വേറിട്ട അനുഭൂതി തന്നെയാണ് നൽകാറുള്ളത്. ഇടുക്കി ജില്ലയിൽ മൂന്നാറിനടുത്ത് ദേവികുളം പഞ്ചായത്തിലെ മാട്ടുപുട്ടി ചിത്രപുരം ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അണക്കെട്ടാണ് മാട്ടുപുട്ടി അണക്കെട്ട്. പള്ളിവാസൽ ജലപദ്ധതി ഒരു ജലസംഭരണി കൂടിയാണിത്. പെരിയാറിൻ്റെ പോഷക നദിയായ മുതിരപ്പുഴയിൽ നിന്നാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. വൈദ്യുതി ഉൽപ്പാദനത്തിനായി നിർമ്മിച്ച കോൺക്രീറ്റ് ഗ്രാവിറ്റി അണക്കെട്ടാണിത്.
ഇത്തരത്തിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ടാണിത്. അണക്കെട്ടിലെ ചെളി പുറത്തേക്ക് കളയാനായി അടിഭാഗത്തായി വാൽവും സ്ഥാപിച്ചിട്ടുണ്ട്. 1954 ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. മൂന്നാറിൻ്റെ സമീപ പ്രദേശമായതുകൊണ്ട് തന്നെ മാട്ടുപ്പെട്ടി ഡാം സന്ദർശിക്കാൻ വളരെയധികം സഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട്. ഡാമിൻ്റെ ഭംഗിയും മാട്ടുപ്പെട്ടിയുടെ പ്രകൃതി സൗന്ദര്യവും അണക്കെട്ടിൽ സാധ്യമാകുന്ന സ്പീഡ് ബോട്ടിൻ്റെ യാത്രയുമെല്ലാം സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കാറുണ്ട്. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് സുപ്രസിദ്ധമായ എക്കോ പോയിന്റും സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ 6 ദേശീയ ഉദ്യാനങ്ങളിൽ ഒന്നായ പാമ്പാടും ഷോല ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. പാരിസ്ഥിതിക ജന്തു പുഷ്പ ഭൂമിശാസ്ത്ര ജന്തുപരശാസ്ത്രപരമായ കണക്കെടുപ്പിലൂടെ കേരള സർക്കാർ 2003 ഡിസംബറിൽ ഈ വനമേഖലയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചു. പൊതുവെ തണുത്ത മൂടൽമഞ്ഞുള്ള കാലാവസ്ഥയോടൊപ്പം തെളിഞ്ഞ അന്തരീക്ഷവും പാമ്പാട് ഷോല ദേശീയ പാർക്കിൽ കാണപ്പെടുന്നു. ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങൾ സുഖകരമായ കാലാവസ്ഥയാണ് ഇവിടെ ലഭിക്കുന്നത്. വിനോദസഞ്ചാരത്തിന് ഏറ്റവും അനുയോജ്യമായ സമയവും ഇതുതന്നെയാണ്. ഏറ്റവും തണുപ്പുള്ള മാസങ്ങൾ നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളാണ്. വനത്തിനുള്ളിലെ ഏറ്റവും കുറഞ്ഞ താപനില -°C വരെ കുറഞ്ഞിട്ടുമുണ്ടോ എന്നുള്ളതാണ്. തമിഴ്നാട് സംസ്ഥാനത്തോട് ചേർന്ന് ചെയ്യുന്ന പ്രദേശമായതിനാൽ വടക്കു കിഴക്കൻ മൺസൂണിലും പാമ്പാട് ഷോല വനപ്രദേശങ്ങളിൽ കനത്ത മഴ ലഭിക്കാറുണ്ട് എന്നുള്ളതാണ്. കേരളത്തിലെ തെക്കൻ പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കു ഭാഗത്ത് വട്ടവടയിലേക്കുള്ള വഴിയിൽ മൂന്നാർ പട്ടണത്തിൽ നിന്നും 35 കിലോമീറ്റർ അകലെ തമിഴ്നാട്ടിലെ ടോപ്പ് സ്റ്റേഷന് സമീപമാണ് ഈ വനപ്രദേശം സ്ഥിതി ചെയ്യുന്നത്. 11.753 ചതുരശ്ര കിലോമീറ്ററാണ് പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടുന്ന ഈ ദേശീയ ഉദ്യാനത്തിൻ്റെ വിസ്തീർണം. കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ ഒരു ഗ്രാമപ്രദേശം കൂടിയാണ് ഇതിൻ്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന വട്ടവട. ഇടുക്കി ജില്ലയിലെ മൂന്നാറിന് സമീപം തമിഴ്നാടിൻ്റെ അതിർത്തിയിലാണ് വട്ടവട ഗ്രാമപ്രദേശം സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിലെ പഴനിക്കുന്നുകളും ഈ ഗ്രാമത്തിലൂടെ നീണ്ടു കിടക്കുന്നു. തട്ടുതട്ടായുള്ള കൃഷിയിടങ്ങളിൽ വിവിധ ഇനം പച്ചക്കറികളും പഴങ്ങളും കൃഷി ചെയ്യുന്ന ഒരു ഗ്രാമപ്രദേശം കൂടിയാണിത്. ഇതൊരു കർഷക ഗ്രാമം തന്നെയാണ്. തോട്ടങ്ങളുടെ സൃഷ്ടിയുടെ ഫലമായി ഉണ്ടാകുന്ന കടുത്ത ആവാസ വ്യവസ്ഥയുടെ വിഘടനം കാരണം വട്ടവടയിലെ മിക്ക തദ്ദേശ സസ്യജന്തു ജീവജാലങ്ങളും അപ്രത്യക്ഷമായി എന്നുള്ളതാണ്. എന്നിരുന്നാലും കിഴക്ക് പുതിയ കുറിഞ്ഞിമല സങ്കേതം, ചിന്നാർ വന്യജീവി സങ്കേതം, മഞ്ഞാമ്പട്ടി താഴ്വര, വടക്ക് കിഴക്കൻ ഇന്ദിരാഗാന്ധി വന്യജീവി സങ്കേത കേന്ദ്രം, അമരാവതി റിസർവ് വനം, ഇരവികുളം ദേശീയ ഉദ്യാനം എന്നിവയുടെ സമീപത്ത് നിരവധി സംരക്ഷിത പ്രദേശങ്ങളും അതിലേക്ക് പുനരധിവസിച്ച ജീവജാലങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. കൂടാതെ വടക്ക് ആനമുടി ഷോല നാഷണൽ പാർക്ക്, തെക്ക് പാമ്പാടും ഷോല നാഷണൽ പാർക്ക്, കിഴക്ക് പഴനി ഹിൽസ് നാഷണൽ പാർക്ക്. ഈ സംരക്ഷിത പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് നീലഗിരി വരയാട്, ശാമ്പൽ മലയണ്ണാൽ, നീലഗിരി മരപ്രാവ്, ആന, കാട്ടുപോത്ത്, നീലഗിരി കരിങ്കുരങ്ങ്, മ്ലാവ്, നീലക്കുറിഞ്ഞി, വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞി എന്നിവ ഉൾപ്പെടെ നിരവധി വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളും ജന്തുജീവജാലങ്ങളും ഈ പ്രദേശങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ്.
വംശനാശ ഭീഷണി നേരിടുന്ന നിരവധി ജന്തുജീവജാലങ്ങളും പാമ്പാടും ചോലം ദേശീയ ഉദ്യാനത്തിൽ കാണാറുണ്ട്. ചോല വനപ്രദേശത്തിന്റെ വിസ്തീർണം കണക്കെടുക്കുമ്പോൾ അപൂർവവും തദ്ദേശീയവുമായ ജീവജാലങ്ങളുടെ എണ്ണം കൂടുതലാണ്. 14 ഇനം പക്ഷികളും 9 ഇനം സസ്തനികളും 100-ൽ പരമിനം ചിത്രശലഭങ്ങളും 93 ഇനം നിശാശലഭങ്ങളും ഈ പാമ്പാട് ശോലയിൽ കാണപ്പെടാറുണ്ട് എന്നുള്ളതാണ്. റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഏക മരനായ അല്ലെങ്കിൽ നീലഗിരി മാർട്ടിൻ ഈ സംരക്ഷിത വിലവയിലുള്ള പ്രത്യേകതയാണ്. ഇവിടെ ഇവയെ കാണാറുണ്ട്. ആന, ഗൗർ, പുള്ളിപ്പുലി, കാട്ടുപന്നി, മ്ലാവ്, സാധാരണ കുരങ്ങുകൾ, കരിങ്കുരങ്ങ്, മലയണ്ണാൻ, ചാമ്പൽ മലയണ്ണാൻ എന്നിവ ഈ ദേശീയ ഉദ്യാനത്തിൽ കാണപ്പെടുന്ന പ്രധാന മൃഗങ്ങളാണ്. വട്ടവടലിൽ നിന്നുള്ള മടങ്ങുമ്പോഴാണ് ആ വലിയ കാഴ്ച മുമ്പിലെത്തിയത്. കാട്ടുനായ്ക്കൾ. ഇവിടെ ഇതിനെ കാണുന്നത് കുറിച്ച് ബുദ്ധിമുട്ടാണ്. ചെറിയ കൂട്ടമല്ല മുന്നിലുള്ളത്, 21ഓളം വരുന്ന വലിയ കൂട്ടമാണ്. പല സ്ഥലത്തായി അവ മാറി മാറി കിടക്കുന്നുണ്ട്. ഇരയെ അകത്താക്കിയിട്ടുള്ള വിശ്രമമാണ്. മഴ തോർന്നപ്പോൾ കുറച്ച് വെയിൽ കായുവാൻ പൊക്ക പ്രദേശത്തു നിന്നുള്ള കിടപ്പാണ്. ഭീകരജീവികളുടെ കാഴ്ച പാമ്പാട് ശോല നാഷണൽ പാർക്കിന്റെ മനോഹാരത്തിൽ കുറച്ച് ദൂരത്താണെങ്കിലും മാറി നിന്ന് പകർത്തി. മൂന്നാറിലേക്കുള്ള മടക്കയാത്രയെ ആനകൾ മുന്നിലെത്തി എന്നുള്ളതാണ്. ഇവയെ സ്ഥിരമായി കാണുന്ന പുൽമേട്ടിൽ തന്നെയായിരുന്നു ഇവ ഉണ്ടായിരുന്നത്. തൊട്ടടുത്ത് ഇൻഡോസിസ് പ്രോജക്റ്റും മാട്ടുപ്പെട്ടി ഡാമുമുണ്ട്. പടയപ്പയെ തപ്പിയാണ് നമ്മൾ എത്തിയത്. പടയപ്പയെ തപ്പി എത്തിയവർക്ക് മുന്നിൽ പിടിയാനകൾ കാഴ്ചകളായിരിക്കുന്നത്. ഇവിടുത്തെ കാഴ്ചക്കാർ ബഹളം വെച്ച് ഇവയെ ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. കാട് കാഴ്ച കൊണ്ട് മടങ്ങേണ്ടവർ ഈ കാഴ്ച അന്യം നിന്ന് പോകുവാനുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേദനയോടെയാണ് അത് കണ്ടു നിന്നത്. ഒരുപാട് ഒച്ച എടുത്തപ്പോൾ എൻ്റെ അനിഷ്ടം ശക്തമായി ഞാൻ അവരെ അറിയിക്കുകയും ചെയ്തു. കുറച്ചു പേർ പെട്ടെന്ന് വൈകി. அருமையாகுது பாருங்க. കാട്ടാനകളാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. അവയുടെ സ്വൈര്യവിഹാരത്തെ തടസ്സപ്പെടുത്താതിരിക്കുക. ഒരാന കുറച്ച് ദേഷ്യത്തിലാണ്. ഇടയ്ക്ക് ചിഹ്നം വിളിച്ച് അതിൻ്റെ അനിഷ്ടം കൃത്യമായി അത് അറിയിക്കുകയും ചെയ്തു. നല്ല മഴയത്ത് നിന്നുകൊണ്ട് മഴ നനഞ്ഞു നിൽക്കുന്ന കാട്ടാനകളെ മനസ്സ് നിറയെ പകർത്തിയാണ് മടങ്ങിയത്. ഞങ്ങൾ മൂന്നാറിൽ ഒരു ദിവസം തങ്ങിയത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മൂന്നാറിലെ ഒരു ചെറിയ സ്റ്റേ സംവിധാനത്തിലാണ്. ചുരുങ്ങിയ ചെലവിൽ നമുക്കിവിടെ താമസിച്ച് കാഴ്ചകൾ കാണുവാൻ അവസരമുണ്ട്. മൂന്നാർ ടൗണിനോട് ചേർന്നുള്ള പള്ളിയുടെ തൊട്ടടുത്തായിട്ടാണ് ഈ സ്റ്റേ സംവിധാനം ഉള്ളത്. സഞ്ചാരികൾക്ക് ഈ സ്റ്റേ സംവിധാനം പ്രയോജനപ്പെടുത്താവുന്നതാണ്.
ഇതിനെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. മൂന്നാറിൽ വന്നത് ക്യാമ്പിനായാണ്. മഴയുടെ ഭീകരത കാരണം കലക്ടർ ഇടുക്കിയിലെ സകല പരിപാടികൾ നിർത്തിവെച്ച് ഓർഡർ ഇറക്കിയപ്പോൾ നമ്മൾ പെട്ടുപോയി എന്നതാണ്. ഒരു ദിവസം ഇവിടെ നിന്ന് ചിലവഴിച്ച് ഇവിടെയെല്ലാം കണ്ട് നാട്ടിലേക്ക് മടങ്ങുകയാണ്. കാഴ്ചകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് വീണ്ടും എത്തുവാൻ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. പുതിയ കാഴ്ചകളുമായി വീണ്ടും എത്തുന്നതാണ്. മടങ്ങട്ടെ. ജൂബി കരിക്കാടൻ MTI.